നമ്മളുടെ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ, അതായത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം, അങ്ങനെയുള്ള പെൻഷൻ പദ്ധതികൾ വഴി ആനുകൂല്യം വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്കിപ്പോൾ 2000 രൂപ വീതം വർദ്ധിപ്പിച്ച പെൻഷൻ കിട്ടുന്നുണ്ട്. 2026 മുതൽ പരിശോധനകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അർഹതയുള്ളവർക്ക് മാത്രമായിരിക്കും 2000 രൂപ ലഭിക്കുക. ഇതിൽ സർക്കാർ പ്രധാനമായിട്ട് പരിശോധനാ വിധേയമാക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കണം. അത് നമ്മളുടെ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള, അതായത് നമ്മുടെ ഭൗതിക നിലവാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യം നമ്മളുടെ വീട്ടിൽ AC ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് പെൻഷൻ വാങ്ങാൻ അർഹതയില്ലാത്തത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടിൽ നിന്ന് രക്ഷപ്പെടാനാണ് അല്ലെങ്കിൽ രക്ഷപ്പെടാനാണ് എന്നൊക്കെ നമ്മൾ ഒഴിയോ പറഞ്ഞാൽ പോലും നമുക്കിതിൽ നിന്ന് രക്ഷയുണ്ടാവില്ല. കാരണം AC ഒരു ആഡംബര വസ്തുവായി കണ്ട് നമ്മളെ അയോഗ്യരാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിവാഹിതരാകാത്ത മക്കളുടെ വരുമാനം ഉൾപ്പെടെ നമ്മളുടെ വരുമാനമായിട്ട് മൊത്തത്തിൽ കണ്ട് പരിശോധിക്കും. അങ്ങനെ വരുമ്പോൾ സാമ്പത്തികമായിട്ട് ഉയർന്നവരാണെങ്കിൽ, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ഈ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകും. ഇനി മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, 2000 സ്ക്വയർ ഫീറ്റോ അതിന് മുകളിലോ വിസ്തീർണമുള്ള വീടുകളിലാണ് പെൻഷൻ ഗുണഭോക്താവ് ജീവിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള ഒരു നിയമം കൂടി ബാധകമാകുന്നുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് എല്ലാവരും സാധാരണയായിട്ട് പരിശോധിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പരിശോധിക്കുന്നത്. എന്നാൽ ഇത് കൂടാതെ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് നമ്മളുടെ വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ, അതായത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനം, അത് 1000 cc എഞ്ചിൻ കപ്പാസിറ്റിക്കൊക്കെ മുകളിലുള്ള വാഹനമൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് പെൻഷൻ പദ്ധതി തുടരാൻ ഒരു പക്ഷേ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മളുടെ സ്ഥല വിസ്തൃതിയൊക്കെ അത് 2 ഏക്കറിനൊക്കെ മുകളിലുണ്ട് എങ്കിലും ഈ ഒരു ആനുകൂല്യം വാങ്ങുന്നതിൽ നിന്ന് നമ്മൾ അയോഗ്യരാക്കപ്പെടാം. ഇനി ഇതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരാണ് എങ്കിൽ, അതായത് ഗുണഭോക്താവിൻ്റെ പേരിൽ തന്നെയാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് എങ്കിൽ, റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുന്നത് എങ്കിൽ ആ കാരണത്താൽ നമുക്ക് ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാം. അപ്പോൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. എന്നാൽ ഇതിൽ പരിശോധന വിധേയമാക്കുന്ന വീടിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ വീട്ടിൽ വാഹനമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പരിശോധന വിധേയമാക്കിയേക്കാം. അല്ലാത്ത പക്ഷം പ്രധാനമായിട്ട് വീട്ടിൽ AC ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പരിശോധന വിധേയമാക്കുന്നത്. വിവിധ മേഖലകളിൽ നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ വാർഡ് മെമ്പറോട് തിരക്കിയോ അല്ലെങ്കിൽ നേരിട്ടെത്തിയോ പരിശോധിച്ചേക്കാം. അനർഹമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോട്ടീസ് നൽകും. അതിൽ കൃത്യമായിട്ട് നമ്മൾ മറുപടികൾ ബോധിപ്പിക്കണം. അത് തൃപ്തികരമല്ല എങ്കിൽ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടാം. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്ക് 2000 രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുന്നത്. ഒരു വലിയ സഹായം തന്നെയാണ്. അപ്പോൾ വാങ്ങിയ തുക ചിലപ്പോൾ തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉൾപ്പെടെ വന്നേക്കാം. അപ്പോൾ അർഹതയുള്ള എല്ലാവർക്കും മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, പെൻഷൻ തുക വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാരം സർക്കാരിന് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അനർഹരായിട്ടുള്ളവരെ കണ്ടെത്തി പുറത്താക്കി കഴിഞ്ഞാൽ, കൃത്യമായിട്ട് നിയമവ്യവസ്ഥകൾ പാലിച്ച് പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ അനർഹരായവർ പുറത്താവുകയും ചെയ്യും. അർഹതയുള്ളവർക്ക് പെൻഷൻ വർദ്ധിപ്പിച്ചോ അല്ലെങ്കിൽ നിലവിലുള്ള പെൻഷൻ കൃത്യസമയത്തോ വിതരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന പ്രധാന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. 2026 മുതലൊക്കെ ആയിരിക്കും സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തപ്പെടുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.